വിദ്യാർത്ഥികാലം കഴിഞ്ഞ് യുവജനകാലവും കഴിഞ്ഞ് പാർട്ടിയിലേക്ക് എത്തുമ്പോൾ ഉറയ്ക്കുന്ന ഐഡിയോളജിക്കൽ ബോധ്യത്തെ പറ്റിയല്ല, റോക്കറ്റ് പോലെ ഉയരുന്ന സാമ്പത്തിക നിലയെ പറ്റിയാണ്, കൺക്ലോമറേറ്റ് രാഷ്ട്രീയത്തെ പറ്റിയാണ്. അടിസ്ഥാന വർഗ പാർട്ടിയുടെ നേതാക്കൾ അവിശുദ്ധം നാറുന്ന ആസ്തികളെ പറ്റിയാണ് 5 വർഷം മുന്നേയുള്ള ഒരു സാധാരണ സംഭാഷണം. ആ കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണേട്ടൻ രാഷ്ട്രീയം കൊണ്ട് കോടീശ്വരനായ കഥ, കോടാനുകോടികളുടെ ആസ്തി, സഖാവ് AC മൊയ്തീന്റെ ഹൈ ലെവൽ ഹൈ പവർ ഡീലുകൾ, ആ കരുവന്നൂർ കാലത്ത് ആഞ്ഞുകേട്ട ആ സാമ്പത്തിക സിൻഡിക്കേറ്റിനെ പറ്റി എണ്ണി പറയലാണ് അകത്തുള്ള രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയ നേതാവ്. ആ സൈബർ കൊലമുറികൾ ഓവർ ടൈം പണിയെടുക്കണം, തുടങ്ങണം. ജില്ലാ സെക്രട്ടറിക്കെതിരെ ദയാരഹിതം വേട്ടപ്പണി അടിച്ചു കൊടുക്കണം സാറേ. ചാപ്പകൾ പട്ടിയും പേപ്പട്ടിയുമായി അടിച്ചു കൊന്നില്ലെങ്കിൽ വെക്കണം പാർട്ടിയിൽ നിന്നൊരു പടിയടച്ച പിണ്ടം. ആ രാഷ്ട്രീയാതീത തുരങ്കവേഴ്ചകളെ പറ്റി പറഞ്ഞൊരു നേതാവുണ്ട്. ഈ പോരാളികളുടെ കടന്നൽ രാജാവാണ്. അത് പറഞ്ഞതിനു ശേഷം വെറുക്കപ്പെട്ടവൻ, കടത്തുകാരുടെ കൂട്ടുകാരൻ, വർഗീയവാദി. തൊണ്ടയിൽ ചോര ചുവയ്ക്കും വരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചും കൊടിപിടിച്ചും പോസ്റ്ററൊട്ടിച്ചും നടക്കുന്ന പാവങ്ങളെ, സാധാരണക്കാരെ, നിങ്ങളുടെ നേതാക്കളിൽ രാഷ്ട്രീയം വിറ്റ് കോടിപതികളായവരുണ്ട്. അവരുടെ മക്കൾക്ക് പഠിക്കാൻ നക്ഷത്ര സ്കൂളുകളുണ്ട്, രമിക്കാൻ ഫാം ഹൗസുകൾ. ആ പ്രത്യയശാസ്ത്രം കെട്ടിപ്പിടിച്ച് ആരുടെയെങ്കിലും കത്തിമുനയിൽ തീർന്നാൽ ആർക്ക് പോയി? വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് പോയി.